മക്കൾ എന്നതെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അല്ലല്ലോ, ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ. ചിലപ്പോൾ വലുതാവുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും കാണുകയില്ലെന്നേ, അല്ലേ. ഇത് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ സിദ്ദിഖിക്ക പറഞ്ഞതാട്ടോ. ശരിയാന്ന് എനിക്കും തോന്നി. അപ്പോൾ ദാ കഴിഞ്ഞ ദിവസം നമ്മളിതുപോലെ അരി വറുത്ത് പൊടിച്ച് ഉണ്ട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അപ്പൂനത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അതുപോലെ കുറച്ചധികം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അവനിങ്ങനെ എങ്ങനെയുള്ള അരി ഉണ്ട, പിന്നെന്താ അരി ഉണ്ട മീൻസ് ഇങ്ങനെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്നത്, അവൽ പൊടിച്ചുണ്ടാക്കുന്നത്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദാ ആമിക്കുട്ടി ഉണ്ട് സഹായിക്കാനായിട്ട് പതിവ് പോലെ ഏലക്കയൊക്കെ പൊളിച്ച് തന്നു, ചതച്ചൊക്കെ തന്നു കേട്ടോ. അപ്പം ഞാൻ അരിയൊക്കെ വറുത്ത് പൊടിച്ചു, അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ തരിയൊക്കെ മാറ്റി നല്ല ഫൈൻ പൗഡർ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കയും ജീരകവും ചതച്ചത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരിയുടെ ഒപ്പം തന്നെ വറുത്ത് അരിയുടെ ഒപ്പം തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് തേങ്ങ കൂടി ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ആമിക്കുട്ടി അവിടെ ചെറിയൊരു അടുപ്പൊക്കെ വെച്ച് ഒരു കോല കയ്യിൽ വെച്ചിട്ട് തീ കത്തിക്കണ പോലെയൊക്കെ കാണിച്ച് ഞാനും ഇവിടെ അരി വറുക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണേ. അപ്പം ഞാൻ ആ തേങ്ങ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കരപ്പാനി ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് കുഴച്ചു മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ അപ്പോൾ ട്യൂഷന് പോയേക്കുവാണ്. ആളറിഞ്ഞിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഭയങ്കര സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അവർ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആരും മറന്നു പോവല്ലേ. ഇതൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ. വല്ലപ്പോഴൊക്കെ ആവാം കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.